രസമോ ക്യാമറയിൽ എന്തോരം വരുന്നുണ്ടെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇത് നമ്മുടെ കൊളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് മുമ്പിലേക്ക് തെമ്മലയിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് കാണുന്നത്. ഹൈവേയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഇത് വെച്ചിട്ടുള്ളൂ. ഓക്കെ, ചെന്തുരുണി എക്കോ ടൂറിസത്തിൻ്റെ ഒരു ബോർഡാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, കുട്ടവഞ്ചി സവാരി ഉണ്ട്, ഐലൻഡ് സ്റ്റേ ഉണ്ട്, പാമ്പ്. നിങ്ങൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് / ചെന്തുരുണി എക്കോ ടൂറിസം എന്ന് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ യാത്രകൾ തുടരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ബോട്ട് ജെട്ടിയുടെ സൈഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ വരുന്ന ഹൈവേയുടെ തന്നെ റൈറ്റ് സൈഡിലാണുള്ളത്. അപ്പോൾ ഇതിനകത്താണ് ബോട്ടിങ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ തുറന്നിട്ടില്ല, 9 മണിയാണെന്ന് തോന്നുന്നു, 9-9:30 അങ്ങാണ്ടാണ് സമയം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തെന്മല ഡാമിൻ്റെ നല്ലൊരു വ്യൂ വരും കേട്ടോ. റൈറ്റ് സൈഡിൽ നോക്കിയിരിക്കണേ. നമ്മളങ്ങനെ തെന്മല ഡാമിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി ക്ലിയർ കുറവാണ്, കാരണം അവിടെ നിന്ന് ഒരുപാട് സൺലൈറ്റ് അടിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രോജക്റ്റ് ആയിട്ടുള്ള കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് 1986 ഈ ഒരു ഡാം ഇവിടെ കൺസ്ട്രക്ട് ചെയ്തത്. ജലസേചനത്തിന് മാത്രമല്ല, വൈദ്യുതി ഉൽപ്പാദനത്തിനും കനാലുകളിൽ വെള്ളം ഉറപ്പാക്കുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ പിന്നിലുള്ളത്. തെന്മല ഡാം എന്ന് നമ്മൾ പറയുമെങ്കിലും തെന്മലയ്ക്കടുത്തുള്ള പരപ്പാറിൽ കല്ലട നദിക്ക് കുറുകെയാണ് ഈ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നിലവിലെ കണക്കനുസരിച്ച് നവംബർ 1 ആയപ്പോൾ ഏകദേശം 4 മില്യൺ ആൾക്കാർ ഇവിടെ സന്ദർശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ജലസേചന വകുപ്പാണ് ഈ ഒരു ഡാം ഇവിടെ കൺസ്ട്രക്ട് ചെയ്തതും അവരുടെ കയ്യിലാണ് നിലവിൽ ഓണർഷിപ്പ് ഉള്ളത്. പിന്നെ അത്യാവശ്യം ചെറിയൊരു ടൗണാണ്. ഇനി അങ്ങോട്ടാണ് കാഴ്ചകൾ കൂടുതൽ നല്ല രസമാകാൻ പോകുന്നത്. നല്ല രസമുള്ളൊരു ഫ്രെയിം കാഴ്ച. അത് ആ ഒരു ലൈറ്റ് ബീം വന്ന് കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ വണ്ടി നിർത്തിയതാണ്. ഒരുപാട് പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. ഇത് നമ്മുടെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ അഡ്വഞ്ചർ സോണിൻ്റെ എൻട്രിയാണ്. അതിൻ്റെ ഓരോരോ സ്കൾപ്ചേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓരോ രൂപങ്ങളൊക്കെ. അപ്പോൾ തെന്മല എക്കോ ടൂറിസം അഡ്വഞ്ചർ സോൺ ഇത് ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ.